ഏതായാലും കഴിഞ്ഞ യോഗത്തിൽ പുതിയൊരു ചരിത്ര രഹസ്യം കൂടി നേതാക്കളിൽ ആരോ ചികഞ്ഞ് കണ്ടുപിടിച്ചിരിക്കുന്നു. അതും മറ്റൊന്നുമല്ല, ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിലെ വലിയ പാർട്ടിയായ CPM ആണ്. എന്നാൽ ഈ CPM ഒന്നുമല്ല ഇടതുമുന്നണിയെ ഉണ്ടാക്കിയത്, അത് സാക്ഷാൽ വീരേന്ദ്രകുമാർ ആയിരുന്നു എന്നാണ് പുതിയ കണ്ടുപിടുത്തം. LDF എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആദ്യ കൺവീനർ വീരേന്ദ്രകുമാർ ആയിരുന്നു എന്ന തെളിവ് കൂടി ഈ അഭിപ്രായം പുറത്തുവിട്ട നേതാക്കൾ പറയുന്നുമുണ്ട്. ഏതായാലും ഈ പറയുന്ന വാദം ശരിയാണെങ്കിൽ ഇടതുമുന്നണിയുടെ രക്ഷാകർത്താവ് വീരേന്ദ്രകുമാർ ആണ്. അതുകൊണ്ട് തന്നെ RJD എന്ന പാർട്ടിക്ക് പലതും സഹിക്കാനുള്ള ഉത്തരവാദിത്വവുമുണ്ട്. മക്കൾ തെറ്റ് ചെയ്താൽ ക്ഷമിക്കാനുള്ള ബാധ്യത മാതാപിതാക്കൾക്കാണല്ലോ. ഇടതുമുന്നണിയുടെ പിതാവായ വീരേന്ദ്രകുമാറിന്റെ പാർട്ടിക്ക് ഇടതുമുന്നണിയിൽ നിന്നും മോശം അനുഭവം എങ്ങാനും ഉണ്ടായാൽ അതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി സഹിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഈ ഉത്തരവാദിത്തമാണ് അവസാന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും ശ്രേയാംസ് കുമാർ എന്ന പാർട്ടി പ്രസിഡന്റും RJD പാർട്ടിയുടെ മറ്റ് നേതാക്കളും